കോൺഗ്രസിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗം കേരളത്തിനുണ്ട് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്താ ചെയ്യാൻ പറ്റും? എന്തിനാ കർണാടകയെ കുറ്റപ്പെടുത്താൻ പോകും? നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർ എന്തിനാ ജാമ്യം കൊടുക്കുന്നു? കർണാടകയിലുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇടപെട്ടുകൊണ്ടായിരിക്കില്ലേ? ഇനി അതല്ലെങ്കിൽ അതിന്റെ മേലെയുള്ളവരാരെങ്കിലും ഇടപെടുന്നതുകൊണ്ടായിരിക്കില്ലേ? ഇതിൽ ഇത്തരത്തിലൊരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നവരും കുറ്റക്കാരാണല്ലോ നമ്മളുടെ നിയമവ്യവസ്ഥ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രാഹുലിന് ഒളിവിൽ പോകാൻ സഹായിച്ചവരെയും ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ടതാണോ? അത് വ്യക്തമായാൽ അവരെല്ലാം കേസിൽ പെടുമല്ലോ. ഈ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരും കേസിൽ അല്ല, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമോ? അതിന് ആവശ്യമായ നടപടി എടുക്കുമല്ലോ. അന്വേഷണത്തിന്റെ കാര്യം എനിക്കറിയില്ല, ഞാനിപ്പോ അത് അന്വേഷിച്ചിട്ടില്ല. കായിക കേരളം ഏറ്റവും പ്രതീക്ഷകളോടെ കണ്ടതാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു വാർത്ത. അത് ഏത് നിലയിലെത്തി, എവിടെയാണ്? എനിക്കറിയില്ല അതിനെപ്പറ്റി. സർക്കാർ തലത്തിൽ തന്നെ നേരിട്ട് എനിക്കിപ്പോ അതിനെപ്പറ്റി അറിയില്ല. അതാണ് സ്പോൺസറെ കണ്ടെത്തുന്നതിൽ വലിയ വീഴ്ച സർക്കാർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജേന്ദ്രൻ